ഹലോ, അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് ഓഗസ്റ്റ് 3. ഇപ്പൊ സമയം ഒരു ഉച്ചയിലേക്കായിട്ടുണ്ടാവും. ഞാനും അച്ഛനും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോണുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഐ വിൽ ഷോ യു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണിച്ചു തരും. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് കുളിച്ചു, സെറ്റായി, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, റെഡി ആവണം, ദെൻ പോണം. പിന്നെ എന്റെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ ഏതൊരാണെന്ന് താഴെ കമന്റ് ബിലോ. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അപ്പം ഓണം ഇല്ല ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഓണത്തിനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ അത്രേ ഉള്ളൂ, ചെറിയ. അപ്പൊ ഞാൻ എന്തായാലും പോയി റെഡിയായി സെറ്റ് ആയിട്ട് വരാം. ഓക്കെ അച്ഛാ, നമ്മളിന്ന് എങ്ങോട്ടാണ് പോണത്? സ്ഥലം ഉറക്കെ പറ, എന്നാലേ ഇവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അച്ഛൻ ഇങ്ങനെ, എന്റെ അച്ഛന് ഭയങ്കര ഷൈ ആണ്, അങ്ങനെ ഉറക്കെ സംസാരിക്കൂല, ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണല്ലേ. ഇങ്ങോട്ട് പറ. എന്റെ അച്ഛന് താല്പര്യമില്ലെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ റെഡിയായി, സെറ്റായി, അച്ഛൻ റെഡിയായി. അച്ഛന് വരാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നിർബന്ധിക്കണ്ട, പാവല്ലേ. നമുക്ക് എന്നാല് പോവാം. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എങ്ങോട്ടാണ് പോണേന്ന്. നിങ്ങൾ മിക്കവാറും ഇപ്പൊ എന്നെ തല്ലിക്കൊല്ലും. ഞാൻ കുറെ നേരം കൊണ്ട് പറയാണ് കാണിച്ചു തരാന്ന്. പക്ഷെ ഉച്ചയ്ക്ക് ഇറങ്ങാൻ നിന്നാ ഞാനും അച്ഛനും. ഇപ്പൊ എത്ര മണിയായി അച്ഛാ? 4 മണി. 4 മണിയല്ല, 5 മണി അടുപ്പിച്ചായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. നമ്മളെ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഓൾറെഡി ഈ ഒരു വണ്ടി ഉണ്ട്, ഇത് അച്ചവിടെ ഓടി. ഈ ഒരു വണ്ടി ഉണ്ട്, ഈ വണ്ടിയിലാണ് ഇന്ന് പോകുന്നത്. അപ്പൊ ഇറങ്ങട്ടെ, ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. മഴയ്ക്ക് മുന്നേ നമുക്ക് എത്തണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നീലം കളർ ഹെൽമെറ്റ് എല്ലാവർക്കും ഉള്ളോണ്ട് ഞാൻ എന്റെ ഹെൽമെറ്റിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളൂ. ഞാൻ 100 വട്ടം ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേടാ, അച്ഛ പെട്ടെന്ന് വാ, മഴ പെയ്യുമെന്ന്. എന്നെയും കൊണ്ട് പാതി വരെ വന്നിട്ട് ഈ സ്കൂട്ടിയുടെ പുറത്തേറി ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമെന്ന്. നോക്ക് നിക്കുന്നത് എന്തൊന്നും പറയാത്ത. സമയത്തെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഴ ചതിച്ചു. മഴയല്ല ശരിക്കും ചതിച്ചത്. അച്ഛൻ കറക്റ്റ് സമയത്ത് വന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ ഇറങ്ങിയില്ലേ. അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി വ്ലോഗ് എടുക്കുകയാണെന്നൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞു. ഇനിയിപ്പോ എനിക്ക് നിർത്താനും പറ്റൂല. ചെത്തില് പറയച്ചാ പോവാന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം, എത്തിയാ ഭാഗ്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞത്. നമ്മള് TVSന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ വന്നിരിക്കുകയാണ്, ഞാനും അച്ഛനും കൂടെ. നമ്മള് ആറ്റിങ്ങില് TVSന്റെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോണല്ലേ. ഇനി അതിന്റെ ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ സർപ്രൈസ് ആയിട്ട് അതെ, ഇത് അവര് തന്ന 2 ഹെൽമെറ്റ് ആണ് നമുക്ക്. നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന പയ്യെ വെത്തിയില്ലേ, അവനെ നോക്കി ഞാൻ അച്ഛനും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമുക്ക് വന്നപ്പോഴേ ഹെൽമെറ്റ് ഒക്കെ തന്നെ നമ്മളെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പയ്യൻ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ടല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുമായി നേരിട്ടിലേക്ക് പോകും. നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിങ് എന്താണെന്ന് നോക്കാം. ചായ മേടിക്കട്ടെ?
അച്ഛന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പതേ വണ്ടി എടുക്കൽ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബാക്കി ഷോർട്സ് ഒന്നും ആഡ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതാണ് ആക്ച്വലി സംഭവിച്ചത്. ഫുള്ള് രാത്രിയായില്ലേ, അപ്പൊ എനിക്ക് എടുക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മഴയായി, അതായി ഇതായി, അപ്പൊ ഒന്നും പറ്റിയില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അങ്ങ് വരേണ്ടി വന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോയി എടുത്തോ. ഇപ്പൊ ഓണം ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഓണം ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ. You can ask the flowers. I sit for hours telling all the bluebirds.